ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണു. ഞാനും സുഖമായിട്ടിരിക്കണു കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 വീക്സ് മുന്നേ ആണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത്. ഒരു സൺഡേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ എന്നും വിചാരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടണമെന്ന്, പക്ഷെ പറ്റാറില്ല. അപ്പോൾ അന്ന് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ സൺഡേ. സൺഡേസ് പൊതുവേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും, പക്ഷേ ഫുൾ ഡേ നിൽക്കാറില്ല. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് വരാണ് പതിവ്. ഇതാണ് എല്ലാ വീക്കെൻഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഹസ്ബൻഡൊപ്പം സൺഡേ ഫുൾ പുറത്ത് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാമിലി ആയിട്ട് ഞാൻ എൻജോയ് ചെയ്യും. എന്നും വീക്കിലി 6 ദിവസം ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. പക്ഷെ നമുക്കൊരു ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പം ഞാൻ സാറ്റർഡേ നൈറ്റൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയിട്ട് സൺഡേ ഈവനിങ് അല്ലെങ്കിൽ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. എനിക്ക് ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് കേട്ടോ. എനിക്ക് ഇവിടെയും ഓക്കെയാണ്, പക്ഷെ അതിലുപരി നമ്മൾ ഇത്രയും നാൾ ഉള്ള നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്. അവിടെ എനിക്ക് ഡബിൾ ഹാപ്പിയാണ്. പക്ഷെ ആ ഒരു മൊമെൻറ്റ്സ് നമ്മൾ അച്ഛൻ്റെ ഒപ്പം അമ്മയുടെ ഒപ്പം ഇരിക്കുന്ന ആ ഒരു സന്തോഷവും അതുപോലെ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതും അതൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സംഭവമാണ്. പോരാത്തതിന് ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ചേട്ടൻ്റെ വൈഫ് ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിറങ്ങിയതാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ താഴത്തെ എൻ്റെ അമ്മ അവിടെ മുറ്റമൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ആക്കുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന വീട്ടിലധികം മുറ്റമില്ല കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കറിയാം, നമ്മൾ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേറൊരു വീടുണ്ട്, പക്ഷേ ആ ഏരിയ നമുക്ക് അത്രയും ഇഷ്ടമല്ല. പിന്നെ അവിടുത്തെ വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തറവാട്ടിലായിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിനേക്കാളും കുറച്ചൊക്കെ മുന്നാണ് നമ്മൾ റെൻറ്റ് ഹൗസിലോട്ട് മാറിയത്. ഈ വീട് മാറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റുക, ഇതൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഏകദേശം ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ തന്നെയാണ്. താഴെ ഓണർമാർ, മുകളിൽ നമ്മൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ മുറ്റമൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് അധികം ടൈം കളിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ആ ഒരു അടിച്ചുപൊളി ഇവിടെ ഇല്ല. മുന്നിരുന്ന വീട്ടിൽ അവിടെ അടുത്തൊക്കെ നിറയെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് സൈക്കിൾ ചവിട്ടാനും ഓടിക്കളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഈ വീട്ടിൽ മുറ്റം കുറച്ച് വണ്ടികളൊക്കെ വരുന്നൊരു ടൈപ്പാണ്. മുറ്റത്തുനിന്ന് ഇറങ്ങിയാൽ അതുപോലെ തന്നെ 2 അടി നീങ്ങിക്കഴിഞ്ഞാൽ വലിയ മെയിൻ റോഡാണ് വരുന്നത്. അപ്പോൾ കുട്ടികളെ അങ്ങനെ വിടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ചെറുതൊക്കെ എപ്പോഴും വീടിനുള്ളിലാണ്. ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഞങ്ങൾ ഓരോരുത്തരെ പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയും. വല്ലപ്പോഴും നമ്മൾ ഗേറ്റ് ഇട്ടിട്ട് ആ ചെറിയ സ്പേസിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ വണ്ടി ഇങ്ങനെ ഓടിപ്പിക്കാനായിട്ട് കൊടുക്കും എന്നല്ലാണ്ട് നമുക്ക് മൊത്തമായിട്ട് അങ്ങനെ പുറത്തേക്ക് വിടാനായിട്ട് പറ്റില്ല. നമ്മൾ കൂടെ ഉണ്ടെങ്കിലും നമ്മളൊരു അശ്രദ്ധ മൂലം കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ആരും അങ്ങനെ റിസ്ക് എടുത്ത്, കാരണം ചെറുതായതുകൊണ്ട് അവൻ തന്നെ കൈ കുടഞ്ഞിട്ട് ചിലപ്പോൾ ഓടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നാലെ പിടിക്കാൻ പോയി ചിലപ്പോൾ അവൻ സ്പീഡ് കൂടിയിട്ട് ചിലപ്പോൾ അങ്ങനെ വീഴും. അതല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നതാണ്, ചിലപ്പോൾ റോട്ടിലേക്ക് ഓടി കിടക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പരമാവധി പുറത്തേക്ക് ഇറക്കാറില്ല. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നൂലപ്പമായിരുന്നു. അപ്പോൾ എനിക്ക് നൂലപ്പത്തിന് കഴിക്കാൻ ഇഷ്ടം നാളികേരപ്പാൽ പിഴിഞ്ഞ് തരുന്ന അമ്മ, അതാണ് എനിക്കിഷ്ടം. ഞാനങ്ങനെ നോർമൽ പാൽ കുടിക്കാറില്ല. എനിക്ക് കാച്ചിയ പാലിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞ അതും അതുപോലെ തന്നെ നൂലപ്പം, അതുപോലെ വെള്ളയപ്പം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറീനേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ അമ്മേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നാളികേരപ്പാൽ മതിയെന്ന് പറഞ്ഞപ്പം അമ്മ എനിക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞ് തന്നു. ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം വീട്ടിലേക്ക് ഓടി വരിക, അമ്മ എന്ത് പലഹാരമാണ് ഈവനിങ് ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല അമ്മ ഉണ്ടാക്കുക. ഈ അരിപ്പൊടിയൊക്കെ കുഴച്ച് ചെറിയ ചെറിയ മണികളാക്കും. അതിനെ എന്താ പറയുക, പുട്ടുമണിന്നോ അങ്ങനെ എന്താ തോന്നുന്നു പറയുക, മണിപ്പുട്ട് അങ്ങനെയാണ് ഇവിടെ പറയുക. അപ്പം ആ ഒരു സാധനം അമ്മ ഉണ്ടാക്കി വയ്ക്കും. അതിൻ്റെ ഒപ്പം ഈ ഒരു നാളികേരപ്പാൽ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ അട ഉണ്ടാക്കി വയ്ക്കും. പിന്നെന്താണ്, പീച്ചാമ്പൊടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ഏരിയയിൽ പല പല പേരിലായിരിക്കും അറിയപ്പെടുക. അതുണ്ടാക്കി വയ്ക്കും. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും കടികളോ ഒക്കെ അമ്മ മേടിച്ച് വയ്ക്കും. അപ്പോൾ വൈകിട്ട് വിശന്ന്
സ്കൂളിൽ നിന്ന് ഓടി വരിക, അമ്മ ഉണ്ടാക്കുന്ന പലഹാരം, അമ്മ മേടിച്ച് വെച്ചിരിക്കുന്ന പലഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ഈ നാളികേരപ്പാലൊക്കെ പിഴിയുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ എനിക്ക് കുറച്ച് തൊണ്ടവേദനയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ചൂടുവെള്ളം മാത്രമാണ് കണ്ടിന്യൂസ് കുടിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ പൊതുവെ ചൂടുവെള്ളമൊന്നും കുടിക്കാറില്ല. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ നിന്ന് ചൂടുവെള്ളം കുടിച്ച് എനിക്ക് ചൂടുവെള്ളം ശീലമായി. എനിക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ പണ്ടൊക്കെ ദാഹം തീരാത്ത പോലെ തോന്നും. പക്ഷേ ഇപ്പം എനിക്ക് ഓക്കെയാണ്. ഇപ്പം എനിക്ക് ഒട്ടും തണുത്ത വെള്ളം പറ്റില്ല, ചൂടുവെള്ളമാണ് എനിക്കിഷ്ടം. ഗ്രീൻ ബീൻസ് ഉണ്ട് കേട്ടോ, ഗ്രീൻ ബീൻസ് കറി ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ ബീൻസ് കറി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളയപ്പം നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ ഗ്രീൻ ബീൻസും കൂട്ടിയിട്ട്, അമ്മ പറഞ്ഞു ഗ്രീൻ ബീൻസ് കറി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രീൻ ബീൻസും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ നോൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ചോറുണ്ണില്ല. ഉച്ചയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ചില സമയത്ത് വെയിറ്റ് ചെയ്യും, ചില സമയത്ത് വെയിറ്റ് ചെയ്യില്ല. എന്നാലും ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ അമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറയും. ഇവിടുന്ന് പോയാൽ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ നേരെ ചെന്നൊരു ഉറക്കമാണ്. ഞായറാഴ്ച ദിവസം ഒരു ഉറങ്ങാനുള്ളൊരു ദിവസമാണ്. വേറെ എല്ലാ ദിവസവും വർക്കുള്ളതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ബിസിയായി പോകണോണ്ടും ഞായറാഴ്ച ആകെ കൂടിയുള്ളൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. പണ്ടൊക്കെ എനിക്കൊരു ദിവസം മുടക്ക് കിട്ടി എങ്ങനെയാണ് പുറത്ത് പോയി എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു സംഭവമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, ഏജൊക്കെ മാറി, കുറച്ച് എന്താ പറയുക, ആ ഒരു ഫാമിലി ആയിട്ട് ആ ഒരു ലെവലിലായി, കുറച്ച് തള്ള വൈബായി എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ്, എനിക്ക് ഇത്രയും മാറ്റം വന്നോ. ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ തന്നെ. ചിലപ്പോൾ ഹസ്ബൻഡ് പറയും എങ്ങടെയും പുറത്ത് പോകാമെന്ന്, അപ്പം ഞാൻ പറയും വേണ്ട, അടുത്ത ആഴ്ച പോകാം. ആ ഒരു ലെവലിലേക്കാക്കി. പിന്നെ നമ്മുടെ വീടും ടൗണും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് കോട്ട് എത്തി. അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ടൗൺ എത്തി. അതുകൊണ്ട് നമുക്ക് ടൗണിൽ പോകാനും എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമയം കാലം നോക്കാറില്ല. രാത്രിയാണെങ്കിലും 10 മണി 11 മണിയായാലും നമ്മൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികം ഇറങ്ങാൻ പറ്റാത്തവർക്കാവും ചിലപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവർ ആ ദിവസങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പം തന്നെ പുറത്ത് പോവുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് എപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ ആൾ ഓക്കെയാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ചെറിയ ആവശ്യം ഉണ്ടെങ്കിലും ടൗണിലേക്ക് തന്നെയാണ് പോവാറ്. അതുകൊണ്ട് ടൗണിൽ പോക്ക് എനിക്ക് അത്രയും ഒരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് പോയി ഒരു ചായയൊക്കെ കുടിച്ച് തരാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ചൂടുവെള്ളം കൂട്ടിയിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. അമ്മയ്ക്കാണെങ്കിൽ പാൽ ചായയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഞാൻ തന്നെ അമ്മയ്ക്ക് പാൽ ചായ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഡെയിലി ഞായറാഴ്ച സംഭവിക്കാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ സമയമായി. ഇപ്പം നേരെ പോയി ഫേസൊക്കെ വാഷ് ചെയ്തു. എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. ഞാൻ എത്ര ഓയിലി അല്ലാണ്ടാക്കാൻ നോക്കിയാലും ടിഷ്യൂ വെച്ച് തുടച്ചാലും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഓയിലി ആയതുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പണ്ട് ചെയ്തിരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിന്ന് ഓയിലി ആയാൽ അപ്പം തന്നെ വേഗം പോയിട്ട് മുഖം കഴുകും. അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ ഒരു റീലിട്ടത് കണ്ടു, ഓയിലി സ്കിന്നുള്ളവർ മാക്സിമം ഒരു 2 ടൈംസ് ഒക്കെയാണ് ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എത്രത്തോളം വാഷ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഓയിലി ആവുമെന്നാണ് പറയണത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോൾ ആളത് ജസ്റ്റ് ആളുടെ ബൈക്കൊക്കെ ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ആളതേപോലെ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യൂട്ടാ. ഇതാളുടെ റാലി ബൈക്കാണ്. റാലി ബൈക്കല്ല, റേസൊക്കെ ഇവിടെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ബൈക്കാണിത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ വണ്ടികളെ കൊണ്ട് 1 ഇഞ്ച് സ്ഥലമില്ല. ഫുള്ള് അവിടെ ഇരിക്കുന്ന മൊത്തം ആളുടെ വണ്ടികളാണ്. അതിൽ ഒരെണ്ണം എൻ്റെ വണ്ടി, ഒരെണ്ണം ചേച്ചിയുടെ വണ്ടി, ബാക്കി എല്ലാം ആളുടെ വണ്ടി തന്നെയാണ്. ബൈക്കുകൾ കൊണ്ട് സത്യം പറഞ്ഞാൽ ചില നേരത്ത് എൻ്റെ വണ്ടിയൊക്കെ സ്കൂട്ടിയൊക്കെ ഈ വണ്ടികളുടെ ഇടയിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ ആളുടെ അടുത്ത് തന്നെ പറയും സ്കൂട്ടി ഇറക്കി വെച്ച് തരാൻ വേണ്ടിയിട്ട്. അതുപോലെ ചില സ്പേസേ ഇല്ല. ഓൾറെഡി 2 കാർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പാപ്പൻ്റെ കാർ തന്നെ പുറത്ത് മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ടർപ്പായൊക്കെ ഇട്ട് കിട്ടിയേക്കാണ്. അങ്ങനെ ഇപ്പോൾ ആൾക്കെല്ലാം ഇങ്ങനെ ഒതുക്കി അടുക്കി പറക്കി വെക്കണം. അപ്പോൾ പിന്നെ അവിടെ ഒതുങ്ങിയിരിക്കുമെന്ന് പറയും. ഞാനൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി കയറ്റി വെച്ചാൽ ഞാൻ തന്നെ തിരിച്ചെടുക്കണ സമയത്ത് അപ്പുറത്തുള്ള വണ്ടിയും എൻ്റെ വണ്ടിയൊക്കെ സ്ക്രാച്ച് ആകും. അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്ക് വണ്ടി എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ആൾ തന്നെയാണ് എനിക്ക് വണ്ടി ഇറക്കി തരാം. ആളില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കും. ഇപ്പോൾ എല്ലായിടത്തും ആളുണ്ടായിട്ടല്ലല്ലോ ഞാൻ എടുക്കുന്നത്. ഈ വീഡിയോ ഒന്നും കാണണ്ട, എന്താ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ ചോദിക്കും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് കുറച്ചൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ സൺഡേ ഇതേപോലെ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ഇടും. അങ്ങനെ ക്ലീനാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ടാണ് പൊതുവെ ഉറങ്ങാറ്.
ഇതൊക്കെ അതായത് നമ്മൾ വരുമ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ തന്നെ വലിച്ചു വാരിയിടണതാണ്. വീട്ടിൽ പോകുന്ന സമയത്ത് ആ വീട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് ബാഗിലിട്ടിട്ട് അങ്ങനെ പോവും. തിരിച്ച് വരുമ്പോൾ എനിക്ക് ഈ റൂം കാണുമ്പോൾ തന്നെ എനിക്ക് മൈൻഡേ നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ വീണ്ടും അടുക്കി പെറുക്കി വയ്ക്കും. അടുക്കി പെറുക്കി വെച്ച് നേരെ കിടക്കും, ഉറങ്ങും. ഒരു 6 മണിയാകുമ്പോൾ എണീക്കും. പിന്നെ എങ്ങടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോവും. അപ്പോൾ അതെ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.